പണ്ടത്തെ പോലെയല്ല, ഇനി കുട്ടികൾക്ക് A+ കിട്ടാൻ ഒരല്പം വെള്ളം കൊടുക്കേണ്ടി വരും. ഇക്കഴിഞ്ഞ ഫസ്റ്റ് ടേം ഓണം എക്സാമിനേഷന് ശേഷം ഒട്ടുമിക്ക സ്കൂളിലെയും ടീച്ചേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആണിത്. എന്താണ് ഇപ്രാവശ്യത്തെ ഓണം എക്സാമിനേഷൻ പാറ്റേണിന് സംഭവിച്ചത്? ഒരുപാട് പേർക്ക് A+ കിട്ടിയിട്ടില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പാണോ ഇത്? ഇനി അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷയിലും ഈ ഒരു നിലവാരത്തിലാണോ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക? ആണ് എങ്കിൽ ഒരു അഭിനന്ദനങ്ങൾ കേരള ഗവൺമെൻറ്റിന് ആദ്യമായിട്ട് നൽകുകയാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. 2025 ഓണപരീക്ഷയുടെയും 2024 ഓണപരീക്ഷയുടെയും 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ചോദ്യപേപ്പറാണ്. 2 ചോദ്യപേപ്പറുകളും ഒറ്റയടിക്ക് ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ വലിയ പാറ്റേൺ ചേഞ്ച് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. SCERT ആദ്യമേ ഈ ഒരു ചേഞ്ച് പാറ്റേണിലുള്ള വ്യത്യാസം മാറ്റങ്ങളെക്കുറിച്ച് നേരത്തെ നമ്മളോട് അറിയിച്ചിരുന്നു. പക്ഷേ കുട്ടികൾക്ക് വേണ്ടത്ര ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നും ഓരോ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കി ഉത്തരം എഴുതി വരുമ്പോഴേക്ക് അവരുടെ സമയം കഴിഞ്ഞു പോയി എന്നുള്ളതൊക്കെയാണ് പരാതിയായിട്ട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കേട്ടത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവം? കുട്ടികൾക്ക് പാറ്റേൺ മാറിയതാണോ പ്രശ്നം, അതോ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ കഴിയാത്തതാണോ? SCERT പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരം 30% ക്വസ്റ്റ്യൻസും ഈസി മോഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നും 20% കുറച്ച് ഹയർ ലെവലിലുള്ള ഹാർഡ് ലെവൽ പ്രോബ്ലംസ് ആണ് എന്നും ബാക്കി 50% ഒരു ആവറേജ് മീഡിയം ലെവലിലുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതും കൃത്യമായിട്ട് നേരത്തെ അറിയിച്ചിരുന്നു. ഈ ഒരു രൂപത്തിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ കൂടെ ഈ വർഷം നീറ്റ് CUET മോഡലിലുള്ള JEE പരീക്ഷയ്ക്കൊക്കെ എങ്ങനെയാണോ കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ളത്, അതിൻ്റെ ഒരു മിനി വേർഷൻ രൂപേണയാണ് MCQ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടി കൺഫ്യൂഷൻ ആയിട്ടുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ കുട്ടികൾക്ക് വന്നിട്ടുള്ളത്. ഓരോ ചോദ്യങ്ങളിലും എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്നും അതിലെ ഓപ്ഷൻസിൽ എന്താണ് മാറ്റങ്ങൾ ഉള്ളത് എന്നുള്ളതും കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കുമ്പോഴേക്ക് ഒരുപാട് സമയം കഴിഞ്ഞു പോയി എന്നുള്ളതാണ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഫീഡ്ബാക്ക് എന്നുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ 4 ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അസേർഷൻ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കുട്ടികൾക്ക് സ്റ്റേറ്റ്മെന്റ് വായിച്ച് കൃത്യമായിട്ട് അതിലുള്ള കോണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഉത്തരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ഉത്തരങ്ങൾ എഴുതി തുടങ്ങാൻ കഴിയില്ല. ഇതും രണ്ടാമത്തെ ഒരു വില്ലനായിട്ട് കുട്ടികൾക്ക് മാറി എന്നുള്ളതാണ് കുട്ടികളുടെ രണ്ടാമത്തെ ഫീഡ്ബാക്ക്. എന്നാൽ നിരന്തരം കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയൂ. ആൻഡ് തേർഡ് വൺ മാച്ച് ദ ഫോളോയിങ് ആണ്. എല്ലാ വർഷവും മാച്ച് ദ ഫോളോയിങ്ങിൽ നമുക്ക് ഏതെങ്കിലും സെറ്റ് ഓഫ് ആൻസേഴ്സ് കറക്റ്റ് ആണെങ്കിൽ അരമാർക്കെങ്കിലും കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ടീച്ചേഴ്സ് പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഒരു ടേബിൾ മുഴുവനായിട്ട് ശരിയായാൽ മാത്രമേ നമുക്ക് 2 മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇതും കുട്ടികളുടെ A+ ഇല്ലാതാക്കാൻ കാരണമായിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്ങിലെ ചോദ്യങ്ങളാണെങ്കിൽ കൂടെ കുറച്ച് ട്രിക്കി ആയിട്ട് കുട്ടികളൊന്ന് മനസ്സിരുത്തി വായിച്ച് കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയവർക്ക് മാത്രം എഴുതാൻ കഴിയുന്ന രൂപത്തിലാണ് ചോദ്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ പുറമെ എല്ലാ ചോദ്യങ്ങളും അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഓണപരീക്ഷയുടെ പാറ്റേണിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ടാണ് ഓരോ ചോദ്യങ്ങളുടെയും ഭാഷയും അത് കൺവേ ചെയ്തിട്ടുള്ള രീതിയും. കുട്ടികൾക്ക് ഇതൊക്കെ വായിച്ചെടുക്കാനുള്ള സമയം മാത്രമാണ്. ഇതിനൊക്കെ പുറമെ എല്ലാ ചോദ്യങ്ങളും അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓരോ ചോദ്യവും ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് കണക്ട് ചെയ്ത് മനസ്സിലാക്കി അതിന് ഉത്തരം എഴുതാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയാതായി. ഇതാണ് A+ ഇല്ലാതാക്കാൻ കാരണമായിട്ടത് എന്നുള്ളതാണ് പ്രഥമ നിഗമനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ്, സ്റ്റേറ്റ്മെന്റ് റീസണിങ് ആൻഡ് അസേർഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു. അതിൽ തന്നെ അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു. ഇതൊക്കെ വന്നത് കാരണം കുട്ടികൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലുള്ള പാറ്റേണിൽ നിന്നും വലിയ വ്യത്യാസം കണ്ടു. കുട്ടികൾക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിഞ്ഞില്ല. ലാംഗ്വേജ് അതും കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. കൃത്യമായിട്ട് ചോദ്യങ്ങളിലുള്ള കോണ്ടന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി, ടൈം മാനേജ് ചെയ്യാനും കഴിയാതെ പോയി. എന്തായാലും ഇനി അങ്ങോട്ടുള്ള പരീക്ഷയിൽ ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് SCERT അറിയിക്കുന്നു. SCERTയുടെ മോഡൽ ചോദ്യപേപ്പറുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതും ഏകദേശം ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന രൂപത്തിലായിരുന്നു. എന്നാൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പരീക്ഷ വളരെ സിമ്പിൾ ആയിരുന്നു എന്ന് മാത്രമല്ല, ഒരുപാട് പേർക്ക് A+ കിട്ടാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്. എക്സാം ബൈ ലേണിങ്ങിലുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യുന്ന ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു പാറ്റേൺ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിഞ്ഞു. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിരന്തരം നമ്മൾ എല്ലാ ആഴ്ചകളിലും നടത്തുന്ന MCQ എക്സാം സീരീസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ
ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ട് നമ്മൾ കണക്കാക്കും. എന്തായാലും വിദ്യാഭ്യാസ നിലവാരം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ സ്റ്റെപ്പിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ കേരള ഗവൺമെന്റിന് ഒന്നുകൂടെ അറിയിക്കുകയാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഓറിയന്റഡ് ആയിട്ട് ബോർഡ് എക്സാമിനേഷൻസ് മാറുമ്പോൾ മത്സര പരീക്ഷകളിൽ JEE, NEET, CUET തുടങ്ങിയിട്ടുള്ള മത്സര പരീക്ഷകളിലെല്ലാം, ദേശീയ തലത്തിലുള്ള പരീക്ഷകളിലെല്ലാം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരള ഗവൺമെന്റിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. വരും പരീക്ഷകളിലെല്ലാം ഈ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്, പണ്ടത്തെ പോലെ എളുപ്പത്തിൽ ഇനി A+ കിട്ടാൻ കഴിയില്ല. കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി, കൺസെപ്റ്റ് മനസ്സിലാക്കി, തിയറി മനസ്സിലാക്കി, അപ്ലിക്കേഷൻ ലെവൽ ഓഫ് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. എക്സാം വൈ ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ഓൾറെഡി അടുത്ത അക്കാഡമിക്കിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പേഴ്സിലൊക്കെ ബന്ധപ്പെടാം.